ദോശയ്ക്ക് മാവരക്കാൻ മറന്നു എങ്കിൽ ദാ ഒരു മിക്സി ജാർ എടുത്തോളൂ. ഇതിലേക്ക് ആദ്യം തന്നെ ഒരു കപ്പ് വറുത്തതോ വറുക്കാത്തതോ ആയ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഗോതമ്പ് പൊടി കൂടി ചേർക്കാം. അടുത്തതായി ഇനി നമുക്കിതിലേക്ക് നല്ല സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂൺ ഒട്ടും പുളിയില്ലാത്ത തൈര് കൂടി ചേർത്ത് കൊടുക്കാവേ. കൂടെ തന്നെ ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് ചെറുതായി അരിഞ്ഞതും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ദോശയ്ക്ക് ആവശ്യമായിട്ടുള്ള പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിക്കാം, ഒട്ടും കൂടി പോവാതെ ശ്രദ്ധിക്കണേ. ഇതുപോലെ മിക്സിയിൽ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് അതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റാവേ. ഈ പരുവത്തിലാണ് മാവ് കിട്ടേണ്ടത്. ഇനി ഒട്ടും സമയം കളയാതെ തന്നെ ദോശച്ചട്ടി അടുപ്പിൽ വെച്ച് നന്നായി ചൂടാക്കാം. ചട്ടി ചൂടായി വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് ഓരോ തവി വീതം ഒഴിച്ച് ഇതുപോലെ നല്ല വട്ടത്തിൽ പരത്തിയെടുക്കാം. ദോശ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് അല്പം നെയ്യും കൂടെ തടവി കൊടുക്കാം. ഒരു വശം വെന്ത് വരുമ്പോൾ തിരിച്ച് മറിച്ചിട്ട് നല്ല ഗോൾഡൻ കളറിൽ ചുട്ടെടുക്കാം. കണ്ടോ, പഞ്ഞി പോലത്തെ ഇൻസ്റ്റൻറ്റ് ദോശ റെഡി. മാവ് അരയ്ക്കാൻ മറന്നാൽ ഇനി ധൈര്യമായി ഇതുണ്ടാക്കിക്കോളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.